ഭൂപടത്തിൽ നിന്നും ഒരു രാജ്യം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ തങ്ങളുടെ കോടിക്കണക്കിന് ഡോളറുകൾ ആകാശത്തേക്ക് വെടിയുതിർത്ത് തീർക്കുന്നു. മറ്റൊരു വശത്ത് ഒരു ഭരണകൂടത്തിന്റെ തലവന്മാരാകട്ടെ ഒന്നൊന്നായി നിശബ്ദമാക്കപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിന്റെ അരികിലെത്തി നിൽക്കുമ്പോൾ ഇതാ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സമാധാന ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ചോദ്യം ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. ശരിക്കും ഈ യുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? തകർന്നടിഞ്ഞ ഇറാനാണോ? പണം വാരിയെറിഞ്ഞ അമേരിക്കയാണോ? മാധ്യമങ്ങളിൽ നിന്നും മറച്ചുവെച്ച അന്താരാഷ്ട്ര ചാര സംഘടനകൾ രഹസ്യമാക്കി വെച്ച ആ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ ഇന്ന് പുറത്തുവിടാൻ പോകുന്നത്. പശ്ചിമേഷ്യയിലെ ഈ ചോരക്കളിയിൽ യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാക്കിയത് ആരാണ്? നമുക്ക് പരിശോധിക്കാം. ലോകത്തെ പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിലിന്റെ ഡിഫൻസ് ഡെസ്കിൽ ഒരു അപൂർവമായ വിശകലനം നടന്നു. ബാറ്റിൽ ബോർഡ് എന്നാണ് അവർ ഇതിന് പേരിട്ടത്. പ്രശസ്ത വിദേശകാര്യ ലേഖകനും യുദ്ധവിദഗ്ധനുമായ ക്രിസ് പ്ലസൻസ് ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടി ഇറങ്ങി പുറപ്പെട്ടു. യുദ്ധത്തിൽ പങ്കെടുത്ത 3 പ്രധാന ശക്തികൾ അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ, ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ യുദ്ധം താൽക്കാലികമായി നിൽക്കുമ്പോൾ ഇവരിൽ ആർക്കാണ് തങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിച്ചത്? ക്രിസ് പ്ലസൻസ് പുറത്തുവിട്ട ആ ഡാറ്റ ഷീറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം യുദ്ധത്തിലെ ജീവഹാനിയും സൈനിക നാശനഷ്ടങ്ങളും ഭൗമരാഷ്ട്രീയ നേട്ടങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ അവിടെ ഒരു വ്യക്തമായ വിജയമുണ്ട്. മറ്റാരുമല്ല, ഇസ്രയേൽ മാത്രം. എങ്ങനെയാണ് ഇസ്രയേൽ ഇത് സാധ്യമാക്കിയത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അമേരിക്കയുടെയും ഇറാന്റെയും തന്ത്രങ്ങളിലേക്ക് നോക്കണം. അമേരിക്ക കളിപ്പാവയായി മാറിയ ഇറാൻ ചതുരംഗ പലകയിലെ വെറുമൊരു കരു മാത്രമായി ഒതുങ്ങിയ കളി. ഇസ്രയേൽ തുടക്കം മുതലേ കളിച്ചത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് വരും തലമുറകൾക്ക് തങ്ങളെ തൊടാൻ പോലും ധൈര്യം വരാത്ത രീതിയിലുള്ള ഒരു ഭൗമ രാഷ്ട്രീയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. നമുക്ക് ആദ്യം അമേരിക്കയിലേക്ക് പോകാം. വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഒരൊറ്റ വാഗ്ദാനം മാത്രമേ ഉള്ളൂ: ഞാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും. അമേരിക്കയുടെ പണം ഇനി വിദേശ മണ്ണിൽ ഒഴുക്കില്ല. അമേരിക്കയുടെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു, എന്നാൽ അപ്രായോഗികവുമായിരുന്നു: ഇറാന്റെ ഭരണമാറ്റം. ടെഹ്റാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തെ താഴെയിറക്കുക എന്ന അവ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അമേരിക്ക കപ്പലുകളും മിസൈലുകളും അയച്ചത്. എന്നാൽ ടെഹ്റാനിൽ ഇരുന്ന ഇറാന്റെ ലക്ഷ്യം എന്തായിരുന്നു? വെറും ഒരു അതിജീവനം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഖ്യശക്തിക്ക് മുന്നിൽ തങ്ങളുടെ അസ്തിത്വം നിലനിർത്തുക, തങ്ങളെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുക. ഇത്ര മാത്രമായിരുന്നു ഇറാന്റെ ലക്ഷ്യം. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ മറ്റൊരു തിരക്കഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായിരുന്നു, കണക്കുകൂട്ടലുകൾ അതിലും മാരകമായിരുന്നു. ഇറാനെയും അവരുടെ സഖ്യകക്ഷികളായ പ്രോക്സി ഗ്രൂപ്പുകളെയും പരമാവധി തകർക്കുക. യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവിന്, ഒരു 50 വർഷത്തേക്ക് ഇനിയൊരു തലപൊക്കലിന് അവർക്ക് ശേഷിയില്ലാതെ ആക്കുക. ഇതായിരുന്നു ഇസ്രായേലിന്റെ അജണ്ട. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അമേരിക്കയ്ക്ക് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമായിരുന്നു. കാരണം ട്രംപിന് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയണമല്ലോ. എന്നാൽ ഇസ്രയേലിനാകട്ടെ യുദ്ധം പരമാവധി തീവ്രതയോടെ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകണം. തങ്ങളുടെ പരമപ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിരുന്നു ഇസ്രയേലിന്റെ ഈ നിലപാട്. യുദ്ധം 4ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ, അതേസമയം അമേരിക്കയുമായുള്ള നിർണായകമായ നയതന്ത്ര സൗഹൃദത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നെതന്യാഹു തന്റെ കളി തുടർന്നു. ഇത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായിട്ടാണ് ഡിഫൻസ് വിദഗ്ധർ കണക്കാക്കുന്നത്. അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ ഒടുവിൽ പുറത്തുവിട്ട ആ രഹസ്യ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ഇറാൻ എന്ന സൈനിക ശക്തിക്ക് സംഭവിച്ചത് എന്താണ്? കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇറാൻ ഇനി എത്ര കാലം കഴിഞ്ഞാലും തിരിച്ചു പിടിക്കാൻ സാധ്യതയില്ലാത്ത വിധം തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമതായി, ഇറാന്റെ അഭിമാനമായിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത S-300 അടക്കമുള്ള അത്യാധുനിക റഡാറുകളും മിസൈൽ പ്രതിരോധ കോട്ടകളും ഇന്ന് വെറുമൊരു ചാരക്കുമ്പാരം മാത്രമാണ്. ഇസ്രയേലിന്റെ F-35 യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് വന്ന് ബോംബുകൾ വർഷിക്കുമ്പോൾ അത് തടയാൻ പോലും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. രണ്ടാമതായി, ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ പശ്ചിമേഷ്യയെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്ന രഹസ്യ ഭൂഗർഭ താവളങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെട്ടു. കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോലും നിർണായക ശക്തിയായി മാറിയ, ലോകം മുഴുവൻ ഭീതിയോടെ നോക്കിക്കണ്ട ഇറാന്റെ ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളെല്ലാം തന്നെ
പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കും സാധിച്ചു. ഇറാന്റെ നാവികസേനയുടെ ഭൂരിഭാഗവും ഇന്ന് കടലിന്റെ അടിത്തട്ടിലാണ്. ഹോർമുസ് കടലിടുക്കിൽ ഭീകരത സൃഷ്ടിച്ചിരുന്ന ഇറാന്റെ യുദ്ധക്കപ്പലുകൾക്ക് ഇന്ന് സ്വയം പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ല. ഈ 4 മാസത്തെ യുദ്ധം കൊണ്ട് ഇറാന്റെ സൈനിക ശേഷി 30 വർഷം പുറകോട്ടാണ് പോയത്. ഇറാൻ ഒരിക്കലും ഇത്തരമൊരു തകർച്ച പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ കരുതിയത് തങ്ങളുടെ മിസൈൽ കരുത്ത് കണ്ട് ഇസ്രയേൽ പിൻവാങ്ങും എന്നാണ്. എന്നാൽ ഇസ്രയേൽ നടത്തിയത് ഒന്നിനും വിട്ടുവീഴ്ചയില്ലാത്ത ക്രൂരവും കൃത്യവുമായ ആക്രമണങ്ങളായിരുന്നു. ഇനി നമുക്ക് ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക വശങ്ങളിലേക്കൊന്ന് വരാം. ഒരു യുദ്ധം നടത്തുമ്പോൾ അതിന് കോടിക്കണക്കിന് ഡോളറാണ് ആവശ്യം. ഈ സംഘർഷത്തിൽ ഉണ്ടായ അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദങ്ങളും ഭാരിച്ച സാമ്പത്തിക ബാധ്യതകളും ഭൂരിഭാഗവും ചുമലിലേറ്റിയത് ആരാണ്? ഉത്തരം ഇത്രയേ ഉള്ളൂ, അമേരിക്ക. അമേരിക്കൻ നികുതിപ്പണക്കാരുടെ കോടിക്കണക്കിന് ഡോളറുകളാണ് മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കായി ചെലവഴിച്ചത്. ഹൂത്തികളുടെ ഡ്രോണുകളെ വെടിവെച്ചിടാൻ മാത്രം ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകളാണ് അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. നയതന്ത്രപരമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വന്നതും അമേരിക്ക മാത്രമാണ്. എന്നാൽ ഈ പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇസ്രയേൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെ ഒന്നിനു പുറകെ ഒന്നായി നിശബ്ദമായി ഇല്ലാതാക്കുകയായിരുന്നു. ഇസ്രയേൽ അതാണ് ചെയ്തത്. അമേരിക്കൻ സൈന്യത്തിന്റെ സംരക്ഷണവും നയതന്ത്ര കവചവും മുതലെടുത്ത് ഇസ്രയേൽ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലെ ഓരോ പേരുകളും വെട്ടിമാറ്റിക്കൊണ്ടേയിരുന്നു. ഇത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും അസാധാരണമായ രഹസ്യാന്വേഷണ മികവിന്റെയും ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. ഇസ്രയേലിന്റെ വിഖ്യാത രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശേഖരിച്ച വിവരങ്ങൾ, ലോകത്തിലെ ഏറ്റവും മാരകമായ സൈബർ പോരാളികളുടെ സംഘമായ യൂണിറ്റ് 8200 ഹാക്ക് ചെയ്തെടുത്ത ഇറാന്റെ അതീവ രഹസ്യ ഡാറ്റകൾ, ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ടാർഗറ്റിംഗ് സിസ്റ്റം, ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ, അവരുടെ ഫോൺ കോളുകൾ, അവരുടെ ചലനങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹിറ്റ് ലിസ്റ്റ് ഇസ്രായേലിന്റെ പക്കലുണ്ടായിരുന്നു. ഈ ഹിറ്റ് ലിസ്റ്റ് മുൻനിർത്തി ഇസ്രായേൽ പ്രതിരോധ സേന ഇറാന്റെ ഉള്ളറുകളിലേക്ക് യുദ്ധവിമാനങ്ങളും ലെബനനിലേക്ക് തങ്ങളുടെ കരസേനയും അയച്ച് ആക്രമണം കടുപ്പിച്ചു. ശത്രു ശ്വാസം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ ബോംബുകൾ അവരെ തേടി അവിടെ എത്തുകയും ചെയ്തു. ഇനിയാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന, ആരും വിശ്വസിക്കാൻ മടിക്കുന്ന ആ അധ്യായം തുറക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ സംഭവിച്ച ആ മഹാദുരന്തം ഇറാൻ ഇപ്പോഴും ലോകത്ത് നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പ്രതിരോധ വൃത്തങ്ങൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. സംയുക്ത അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമാധികാരി ആജ്ഞാശക്തി ഇല്ലാതാക്കപ്പെടുക, അതിലും വലിയൊരു പ്രഹരം ഇറാൻ ഏൽക്കാനില്ലായിരുന്നു. പക്ഷേ ഇസ്രയേൽ അവിടെയും നിർത്തിയില്ല. ഇറാന്റെ സുരക്ഷാ തലവൻ അലി ലാരിജാനി ഇറാന്റെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ആ തലച്ചോറ് നിശബ്ദമാക്കപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ അഥവാ IRGCയുടെ നാവികസേന കമാൻഡറായ അലിറേസ തങ്സിരി ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്ന കമാൻഡറെ ഇസ്രായേൽ വധിച്ചു. ആലോചിച്ചു നോക്കൂ, ഒരു യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ തങ്ങളുടെ രാജ്യം ഭരിക്കുന്ന പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു, നിങ്ങളുടെ സൈന്യത്തെ നയിക്കേണ്ട കമാൻഡർമാർ ഇല്ലാതാകുന്നു. അത് ഇറാന്റെ പ്രതിരോധത്തിന്റെ നട്ടെല്ലൊടിക്കുന്നതായിരുന്നു. താഴെത്തട്ടിലുള്ള സൈനികർക്ക് ആരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകളൊക്കെ സ്വീകരിക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ. ഇസ്രായേലിന്റെ കൃത്യതയാർന്ന ഈ ഡെയിലി ഓപ്പറേഷനുകൾ ഇറാനെ പൂർണ്ണമായും അനാഥമാക്കി കളഞ്ഞു. അവർക്ക് യുദ്ധമുഖത്ത് പൊരുതാനുള്ള ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വെടിനിർത്തലും സമാധാന ചർച്ചകളും കാണുമ്പോൾ ലോകം കരുതുന്നത് എല്ലാം ശാന്തമാകാൻ പോകുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥ കളി ഇവിടെയാണ് ആരംഭിക്കുന്നത്. അമേരിക്കയെ പോലെ ഇറാനുമായി ഒരു ശാശ്വത സമാധാന കരാറിൽ ഏർപ്പെടേണ്ട യാതൊരു ബാധ്യതയും ഇസ്രായേലിന് മേലില്ല. അതാണ് നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ വിജയം എന്ന് പറയുന്നത്. നിലവിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി അമേരിക്ക ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് അത്യാവശ്യവുമാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്ന ഏതൊരു വിട്ടുവീഴ്ചയും ഏതൊരു നയതന്ത്ര പരാജയവും അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ ബാധ്യത മാത്രമായി ഒതുങ്ങും. ഇതിന്റെ അനന്തരഫലങ്ങൾ, അതിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആഘാതങ്ങൾ നേരിടേണ്ടി വരിക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ല, മറിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. അതായത് യുദ്ധം വേണമെങ്കിൽ ഇസ്രായേലിന് വീണ്ടും തുടങ്ങാം, പക്ഷെ അതിന്റെ സമാധാന ചർച്ചകളുടെ ബാധ്യത മുഴുവൻ അമേരിക്കയുടെ തലയിലാണ്. ഇതിലും മനോഹരമായി ഒരു അന്താരാഷ്ട്ര കെണി ഒരുക്കാൻ വേറെ ആർക്ക് സാധിക്കും? ചുരുക്കി പറഞ്ഞ ഈ യുദ്ധം വെറും ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നില്ല. യുദ്ധം പരമാവധി നീട്ടി വലിച്ച് അമേരിക്കയുടെ തോളിൽ കിടന്ന് തോക്കെടുത്ത് ഇറാനെയും അവരുടെ സഖ്യകക്ഷികളെയും പാടില്ലാത്തവണ്ണം തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന അജണ്ട.
ജൂതന്റെ ബുദ്ധി ഒന്ന് ഓർക്കണം. അവർ 100% വിജയം കണ്ടിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധനായി ക്രിസ് പ്ലസൻസ് അടിവരയിടുന്നത്. ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന്, ചോരയും കണ്ണീരും വീണ മണ്ണിൽ നിന്ന് ഒരു രാജ്യം എങ്ങനെ തന്ത്രപരമായി ഭൗമരാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്നതിന്റെ നേർചിത്രമാണ് പശ്ചിമേഷ്യയിൽ നമ്മൾ കണ്ടത്. ലോകം സമാധാന ചർച്ചകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രയേൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് കണ്ണുവെച്ചു കഴിഞ്ഞു. കാരണം അവർക്കറിയാം ഈ ചതുരംഗ കളിയിൽ രാജാവ് അവർ തന്നെയാണ് എന്ന്. എന്തായാലും ഇസ്രയേലിന്റെ ഈ കുബുദ്ധിയെക്കുറിച്ച്, കുരുട്ടുബുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.